ഗുഡ് മോർണിംഗ്. ഇലക്ട്രിക്കൽ മെഷറിംഗ് ഇൻസ്ട്രുമെൻസിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെറിയൊരു ടോപ്പിക്കാണ് പഠിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എനർജി മീറ്ററിൻ്റെ ഒരു മോഡിഫിക്കേഷനായ മാക്സിമം ഡിമാൻഡ് ഇൻഡിക്കേറ്ററിനെ പറ്റി പഠിച്ചിരുന്നു. ഇന്ന് നമ്മൾ എനർജി മീറ്ററിൻ്റെ മറ്റൊരു മോഡിഫിക്കേഷനായ TOD മീറ്റർ അല്ലെങ്കിൽ ടൈം ഓഫ് ഡേ മീറ്റർ എന്ന മീറ്ററിനെ പറ്റിയാണ് പഠിക്കുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി നമുക്ക് അതിൻ്റെ കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊന്നും പഠിക്കാനില്ല, ജസ്റ്റ് ഇതെന്താണെന്ന് അറിഞ്ഞാൽ അപ്പോൾ ഒരു ഡെഫിനേഷനോ അല്ലെങ്കിൽ ഒരു 4 മാർക്കിലും ചോദിച്ചാൽ എഴുതാൻ പാകത്തിനുള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് TOD മീറ്ററിനെ പറ്റി പഠിച്ചാൽ മതി. ഇന്നലെ നമ്മൾ മാക്സിമം ഡിമാൻഡ് ഇൻഡിക്കേറ്റർ ഡിസ്കസ് ചെയ്തപ്പോൾ അതിൻ്റെ വർക്കിങ്ങിനെ പറ്റി പറഞ്ഞിരുന്നു. അപ്പോൾ എന്തായാലും ചെയ്തത്, ഇപ്പോൾ ഒരു സെറ്റ് ചെയ്തേക്കുന്ന ഒരു ടൈം ഡ്യൂറേഷന് ആ കൺസ്യൂമർ മാക്സിമം എത്ര പവർ അതിനകത്ത് എടുത്തിട്ടുണ്ട്, മാക്സിമം എത്ര പവർ വരെ, പീക്ക് എത്ര വരെ പവർ വരെ പോയി അവർ കൺസ്യൂം ചെയ്തിട്ടുണ്ട്, ആ കാര്യങ്ങളാണ് മാക്സിമം ഡിമാൻഡ് ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ മീറ്ററിൻ്റെ റീഡിങ് കാണിക്കും. ആ റീഡിങ്ങിനനുസരിച്ച് പവർ കമ്പനികൾ, ഇപ്പം KCB മാതിരിയുള്ള കമ്പനികൾ ഫൈൻ ചുമത്താനോ അല്ലെങ്കിൽ കൺസെഷൻ കൊടുക്കാനോ, മാക്സിമം പവർ എടുത്തേക്കാൻ കുറവാണെങ്കിൽ അതിനനുസരിച്ച് കൺസെഷൻ കൊടുക്കാനൊക്കെയുള്ള പ്രൊവിഷനുണ്ട്. ആക്ച്വലി അതെന്താ ശരിക്കും ചെയ്യുന്നത്, നമ്മുടെ കൺസ്യൂമറിൻ്റെ സൈഡിൽ നിന്ന് തന്നെ ആ പവർ കൺസപ്ഷൻ കുറയ്ക്കാൻ വേണ്ടി അതിനൊരു മോട്ടിവേഷൻ അല്ലെങ്കിൽ അതിനൊരു ഇതാണ് കൊടുത്തേക്കുന്നത്, ഒരു ഫൈനോ അല്ലെങ്കിൽ ഒരു കൺസെഷനോ കൊടുത്ത് അങ്ങനെ കൺസ്യൂമറിനൊരു മോട്ടിവേഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ചില കമ്പനികളാണ് മാക്സിമം ഡിമാൻഡ് കൂടുതലുള്ള പിന്നെ ഈ ഇൻഡസ്ട്രികളൊക്കെയാണ്, അങ്ങനെയുള്ളവർക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൂടുതൽ പേയ്മെൻറ്റ് കൊടുത്താൽ മതി. അപ്പം അതുപോലെ ഈ കൺസ്യൂമർ സൈഡിൽ നിന്ന് എനർജി കൺസപ്ഷൻ കുറയ്ക്കാൻ വേണ്ടി ഉള്ള മറ്റൊരു മെത്തേഡാണ് ഈ ടൈം അനുസരിച്ച് താരിഫ് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളത്. ഇപ്പം താരിഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ യൂസേജിനനുസരിച്ച് കൊടുക്കുന്ന എനർജി ചാർജ്, ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ കറണ്ട് ബില്ല് വരും, ഓരോ യൂണിറ്റിന് ഇപ്പം ഓരോ ടൈപ്പ് കൺസ്യൂമേഴ്സിനും ഓരോ ചാർജ് കാണും. ഇപ്പോൾ 6 രൂപ 50 ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ടോട്ടൽ കൺസ്യൂം ചെയ്യുന്ന എനർജിക്ക് അനുസരിച്ച് നമ്മൾ അതിന് പേയ്മെൻറ്റ് കൊടുക്കണം. അപ്പം മറ്റൊരു ടൈപ്പ് താരിഫാണ് ഈ TOD ടൈം ഓഫ് ദ ഡേ താരിഫ് വെച്ച് മീറ്റേഴ്സ് ഈ കമ്പനികൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, ഒരു 6 മുതൽ 9 മണി വരെ രാത്രിയുള്ള ആ ടൈമിൽ പവർ കൺസപ്ഷൻ വളരെ കൂടുതലായിരിക്കും. എല്ലാ വീടുകളിലും ലൈറ്റും ഫാനും അങ്ങനെയെല്ലാം ഉപയോഗിക്കുന്ന മറ്റു ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കുന്ന കാരണം ആ ടൈമിലുള്ള പവർ കൺസപ്ഷൻ വളരെ കൂടുതലായിരിക്കും. അതേസമയം അതിന് ശേഷം ഒരു 10 മണിക്ക് ശേഷമുള്ള പവർ കൺസപ്ഷൻ കുറയും. വീണ്ടും പകൽ സമയങ്ങളിലും ഈ ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിൻ്റെ കേസിലൊക്കെ പവർ കൺസപ്ഷൻ കുറവായിരിക്കും. അപ്പം ഈ പീക്ക് ടൈമിലുള്ള പവർ കൺസംഷൻ കുറയ്ക്കാൻ വേണ്ടി എനർജി കമ്പനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു ടൈമിലുള്ള ഇപ്പോൾ 6 തൊട്ട് 10 വരെ കൺസ്യൂം ചെയ്യുന്ന പവറിന് എടുക്കുന്ന റേറ്റ് കൂടുതലും പിന്നീടുള്ള ഈ ബാക്കി പീക്ക് ടൈം അല്ലാത്ത ടൈമിൽ ഓഫ് പീക്ക് ടൈമിലുള്ള കൺസ്യൂം ചെയ്യുന്ന പവറിന് എനർജിക്ക് കൊടുക്കുന്ന താരിഫ് അതിൻ്റെ ആ റേറ്റ് കുറവായിരിക്കും. അങ്ങനെ താരിഫ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഇപ്പോൾ ആ താരിഫ് കൂടുതലായത് കാരണം ഇപ്പം കൺസ്യൂമേഴ്സ് ആ ടൈമിൽ പീക്ക് ലോഡ് ടൈമിലുള്ള പവർ കൺസംഷൻ കുറയ്ക്കുകയും അപ്പോൾ അതിനനുസരിച്ച് എനർജി കൺസപ്ഷൻ കുറയ്ക്കാനും സാധിക്കും. അപ്പം ഈ ഒരു രീതിയിൽ താരിഫ് സെറ്റ് ചെയ്താൽ ആ ഒരു ടൈം ഡ്യൂറേഷനിൽ തന്നെ എന്തുമാത്രം പവർ കൺസ്യൂം ചെയ്യുന്നത് നമുക്ക് മീറ്റർ റീഡിംഗ് തന്നെ മനസ്സിലാക്കണം. അങ്ങനെ മീറ്റർ റീഡിംഗ് എടുക്കാൻ കഴിയുന്നൊരു മീറ്ററാണ് ടൈം ഓഫ് ദ ഡേ മീറ്റർ അല്ലെങ്കിൽ ടൈം ഓഫ് യൂസേജ് മീറ്റർ എന്ന് പറയുന്നത്. അതായത് ഈ മീറ്ററിനകത്ത് പല ടൈം ഡ്യൂറേഷന്, ഇപ്പം നമ്മുടെ മീറ്റർ സെറ്റ് ചെയ്തേക്കുന്ന ടൈം ഡ്യൂറേഷന് ഓരോ ടൈം ഡ്യൂറേഷന് എന്തുമാത്രം പവർ എനർജി കൺസ്യൂം ചെയ്യുന്നുള്ള കാര്യം മീറ്റർ ഇൻഡിക്കേറ്റ് ചെയ്യും. നമ്മുടെ വീട്ടിലൊരു ടൈം ഓഫ് ദ ഡേ മീറ്റർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു. അപ്പോൾ നമ്മൾ കമ്പനി സെറ്റ് ചെയ്തേക്കുന്നത് 3 ടൈം ഡ്യൂറേഷനാണ്, രാവിലെ 6 തൊട്ട് വൈകുന്നേരം 6 വരെ, പിന്നെ വൈകുന്നേരം 6 തൊട്ട് രാത്രി ഒരു 11 മണി വരെ, പിന്നെ 11 തൊട്ട് വെളുപ്പിന് 6 വരെ. ഈ ഓരോ ടൈം ഡ്യൂറേഷനും ഓരോ താരിഫാണ്. സന്ധ്യയ്ക്കുള്ള ആ ടൈം ഇതിനകത്ത് കൂടുതൽ താരിഫും പിന്നെ ബാക്കി 2 ടൈം ഡ്യൂറേഷനും കുറവുള്ള താരിഫാണ് വെച്ചേക്കുന്നതെങ്കിൽ ഓരോ ഡ്യൂറേഷൻ ഇപ്പോൾ നമ്മൾ ഒരു മാസം കഴിഞ്ഞിട്ടുള്ള മീറ്റർ റീഡിംഗ് എടുക്കുമ്പോൾ ഈ ഓരോ ടൈം ഡ്യൂറേഷനും ടോട്ടൽ എത്ര എനർജി കൺസ്യൂം ചെയ്യുന്നതായിട്ട് നമ്മുടെ മീറ്റർ റീഡിംഗ് കാണിക്കും. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ താരിഫ്, നമുക്ക് താരിഫ് വെച്ച് എനർജി കൺസംഷൻ മെഷർ ചെയ്ത് നമ്മുടെ ബില്ല് വരുന്നത്. അപ്പം ഈ രീതിയിൽ ഒരു ദിവസത്തെ പല ടൈമായിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോ ടൈമിലെ എനർജി കൺസപ്ഷൻ നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന മീറ്ററിനാണ് TOD മീറ്റർ എന്ന് പറഞ്ഞാൽ. അപ്പം TOD മീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ അല്ലെങ്കിൽ മാസത്തെ അല്ലെങ്കിൽ ഒരു വർഷത്തെ പല ഇൻ്റർവലായിട്ട് ഡിവൈഡ് ചെയ്ത് അതിനെ ഓരോ താരിഫ് സ്ലോട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ താരിഫ് സ്ലോട്ട് പീക്ക് ലോഡ് പീരീഡിന് ഹയർ റേറ്റും അതൊരു ഓഫ് പീക്ക് പീരീഡിന് ലോവർ റേറ്റും എടുക്കാൻ വേണ്ടി ആ ഒരു രീതിയിൽ എനർജി കൺസപ്ഷൻ മെഷർ ചെയ്യാൻ സാധിക്കുന്ന ഒരു മീറ്ററാണ് TOD മീറ്റർ. അപ്പം ഇത്രയേ ഉള്ളൂ. അതിപ്പം 3 ടൈം ഡ്യൂറേഷൻ ആയിട്ടോ അല്ലെങ്കിൽ 4 ടൈം ഡ്യൂറേഷൻ ആയിട്ടോ നമ്മളൊരു ദിവസത്തെ ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ ഇപ്പോൾ ഒരു മാസമായിട്ട് നമ്മൾ റീഡിങ് എടുക്കുമ്പോൾ ഈ ഓരോ ടൈം ഡ്യൂറേഷൻ എന്തുമാത്രം എനർജി കൺസ്യൂം ചെയ്തെന്ന് നമ്മുടെ മീറ്റർ സെപ്പറേറ്റ് ആയിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യും. ആ രീതിയിൽ നമുക്ക് മീറ്റർ റീഡിങ് തരുന്ന മീറ്ററാണ് TOD മീറ്റർ. അപ്പോൾ ഇങ്ങനെ ഒരു താരിഫ് നമുക്ക് സെറ്റ് ചെയ്യുവാണെങ്കിൽ കൺസ്യൂമേഴ്സിൻ്റെ സൈഡിൽ നിന്ന് തന്നെ എനർജി കൺസപ്ഷൻ കുറയ്ക്കാനുള്ളൊരു
അതിനൊരു മോട്ടിവേഷൻ കിട്ടും. അപ്പം നമുക്ക് സന്ധ്യാസമയത്ത് എടുക്കുന്ന വൈദ്യുതിക്ക് കൂടുതൽ ചാർജ് ചെയ്യുവാണെങ്കിൽ ഇപ്പം എന്താണ് നമ്മൾ ചെയ്യുന്നത്, ആ ടൈമിലുള്ള പവർ കൺസംഷൻ കുറയ്ക്കാനായിട്ട് നമ്മൾ ശ്രമിക്കും. ഇപ്പം നമുക്ക് ആ ടൈമിൽ ചെയ്യേണ്ട ചില വർക്ക്, ഇപ്പം തുണി തേക്കുകയോ അല്ലെ മിക്സർ ഗ്രൈൻഡർ ഉപയോഗിക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന വർക്ക് നമ്മൾ പകൽ സമയത്തേക്ക് താരിഫ് കുറവുള്ള ടൈമിലേക്ക് നമ്മൾ മാറ്റാൻ ശ്രമിക്കും. അപ്പം അങ്ങനെ ആ ഓഫ് ടൈം പീക്ക് ടൈം പീരീഡിൽ വരുന്ന വോൾട്ടേജ് ഡിപ്പൊക്കെ അതൊന്ന് കൺട്രോൾ ചെയ്യാൻ നമുക്ക് നമ്മുടെ താരിഫ് കമ്പനി അല്ലെ KSE മാതിരിയുള്ള കമ്പനിക്ക് സാധിക്കും. ഇപ്പോൾ രണ്ട് സൈഡിൽ നോക്കിയാലും, കൺസ്യൂമേഴ്സിൻ്റെ സൈഡിൽ നോക്കിയാലും കമ്പനിയുടെ സൈഡിൽ നോക്കിയാലും ഇതൊരു ഇങ്ങനൊരു മീറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അപ്പം ചെയ്യുമ്പം അതൊരു അഡ്വാൻറ്റേജാണ് രണ്ട് സൈഡിൽ നിന്നുള്ളത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ TOD മീറ്ററിനെ പറ്റി പറയാനുള്ളത്. അപ്പം TOD മീറ്ററിൻ്റെ നമുക്ക് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യാത്തൊരു സിസ്റ്റം ഒന്നല്ല. ഇപ്പോൾ നമ്മുടെ KSEB തന്നെ ഈ സിസ്റ്റം ശരിക്കും ഉപയോഗിക്കുന്നുണ്ട്. ഒരു 500 കിലോ വാട്ടിൽ കൂടുതൽ 500 യൂണിറ്റ് കിലോ വാട്ട് അവർ അല്ലെങ്കിൽ 500 യൂണിറ്റ് കൂടുതൽ എനർജി കൺസംഷൻ ഉള്ള ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിന് TOD മീറ്റർ തന്നെയാണ് ഇപ്പം വീഡിയോയിൽ ഉപയോഗിക്കുന്നത്. ഇപ്പം നമ്മുടെ KSEBയുടെ റൂൾ അനുസരിച്ച് അതിന് 3 ടൈം സ്ലോട്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. രാവിലെ 6 തൊട്ട് വൈകുന്നേരം 6 വരെ, പിന്നെ 6 തൊട്ട് വൈകുന്നേരം 6 തൊട്ട് 10 മണി വരെ, 10 തൊട്ട് വീണ്ടും വെളുപ്പിന് 6 വരെ. ഇങ്ങനെ 3 ടൈം സ്ലോട്ടായിട്ട് തിരിച്ചിട്ട് പീക്ക് ടൈം എന്ന് പറഞ്ഞാൽ നമ്മുടെ സന്ധ്യയ്ക്ക് 6 തൊട്ട് 10 മണി ടൈം. ആ ടൈമിൽ ₹7.80 എന്നുള്ള റേറ്റ് വൈദ്യുതി കൊടുക്കും. ഇപ്പോൾ ആ സമയത്ത് ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റിന് ₹7.80 ആയിരിക്കും. പിന്നെ അതിനുശേഷം രാത്രി സമയങ്ങളിൽ 10 തൊട്ട് 6 വരെ ആണെങ്കിൽ ₹5.85. അപ്പം പവർ കൺസംഷൻ ആ ടൈമിൽ കുറവാണ്. ഒരു വീടുകളിലും പ്രത്യേകിച്ച് രാത്രി ഫാനുള്ള മറ്റ് എക്യുപ്മെൻറ്റ് ഉപയോഗിക്കുന്നില്ല. അതിനുശേഷമുള്ള പകൽ സമയങ്ങളിൽ ₹6.50. അങ്ങനെ 3 താരിഫ് റേറ്റ് ഉപയോഗിച്ചാണ് നമുക്ക് പവർ അതിൻ്റെ എനർജി ബില്ല് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഓരോ ടൈം ഡ്യൂറേഷനിലും എന്തുമാത്രം എനർജി കൺസ്യൂം ചെയ്യുന്നു ഇൻഡിക്കേറ്റ് ചെയ്യാൻ അതിനുവേണ്ടി ഇൻസ്റ്റാൾ ചെയ്യുന്ന മീറ്ററാണ് TOD മീറ്റർ. അപ്പോൾ നമുക്ക് അതിനകത്ത് TOD മീറ്റർ എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ അത് കഴിഞ്ഞ സ്ലൈഡിൽ കൊടുത്തേക്കുന്ന അതിൻ്റെ എക്സ്പ്ലനേഷൻ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. അപ്പം വാട്ട് ഈസ് TOD മീറ്റർ എന്നൊക്കെ ഒരു 2 മാർഗങ്ങളല്ല, ചിലപ്പോൾ ഒരു 4 മാർഗങ്ങൾ ചോദിക്കാവുന്ന ക്വസ്റ്റ്യനേ ഉള്ളൂ. ഇത്രയുള്ള TOD മീറ്ററിൻ്റെ വർക്കിങ്ങിനെ പറ്റി. അപ്പം ഇന്നത്തെ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. അപ്പം TOD മീറ്ററിനെ പറ്റി എന്തെങ്കിലും സംശയമുള്ളവർ നിങ്ങൾക്ക് വാട്സാപ്പിലൂടെ കമൻറ്റായിട്ടോ അല്ലെങ്കിൽ ഫോം വിളിച്ചോ ചോദിക്കാം. എന്തിനാണ് ഉപയോഗിക്കുന്നത്, എപ്പം എവിടെയൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. മനസ്സിലായിട്ടില്ലെങ്കിൽ വേണമെങ്കിൽ എന്നോട് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് തരുന്ന അസൈൻമെൻറ്റ്, ഈ TOD മീറ്റർ ഉപയോഗിക്കുകയാണെങ്കിൽ കൺസ്യൂമേഴ്സിനും പവർ കമ്പനീസിനും അഡ്വാൻറ്റേജ് ഉണ്ട്. ഓരോ എൻഡിൽ നോക്കിയാലും, ഇപ്പോൾ കൺസ്യൂമർ എൻഡിൽ നോക്കിയാലും അതുപോലെ പവർ കമ്പനിയുടെ സപ്ലൈ എൻഡിൽ നോക്കിയാലും അവർക്ക് ഓരോരുത്തരും കിട്ടുന്ന അഡ്വാൻറ്റേജ് ഒക്കെ നിങ്ങളൊന്ന് കണ്ടുപിടിച്ചൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് അസൈൻമെൻറ്റ് അപ്ലോഡ് ചെയ്യേണ്ട ലിങ്ക് അപ്ലോഡ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരേക്ക് താങ്ക് യു.